ഹലോ, എന്താടാ? അതെ അമ്മ വയ്യാണ്ട് ഹോസ്പിറ്റലടാ. ഞാൻ ഇവിടെ മരുന്ന് വാങ്ങിക്കാൻ വന്നാണ്. പൈസ തികയില്ല. 200 രൂപ അയച്ചു നീ. ഇല്ലടാ, എൻ്റെ ഇല്ല. ഞാനിപ്പോ അറിയാലോ, എനിക്ക് കച്ചവടം കുറവടാ. ഞാനിപ്പോ കടയിൽ ലോണും പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പോവല്ലേ. ഭയങ്കര ടൈറ്റാ. ഇല്ല, പൈസ എടുക്കാണ്ടാവില്ലടാ. നീ വേറെ ആരും നോക്ക്. ഒന്നുമില്ലടാ. എന്റെ കാശില്ല. പൈസ ഹലോ, ആ പറയടാ. അതെ അമ്മക്ക് സുഖില്ലടാ, ഹോസ്പിറ്റലാണ്. ആ മരുന്ന് വാങ്ങിക്കാനേ ഞാനിവിടെ മെഡിക്കൽ ഷോപ്പിൽ വന്നതാ. പൈസ തികയില്ല. 200 രൂപ അയച്ചത് എനിക്ക്. ഒരു മാർഗമില്ല, ഒരു രക്ഷയില്ല. ഞാൻ തന്നെ അങ്ങനെ വല്ലം നിനക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നു. ഞാൻ അത്രയും ബുദ്ധിമുട്ടുള്ള നിനക്ക് അറിഞ്ഞൂടെ കാര്യങ്ങളൊക്കെ. ഓക്കേടാ. ഞാൻ അടിക്കാൻ പോണോ? ഓണൊക്കെ ആയിട്ട് പറയാൻ പോണേ. വാ, നീ പോല നീ വാങ്ങി എനിക്ക് ഇവനും കൂടി വാ, നീ ഞാനില്ലടാ. ഇല്ല, ഞാൻ ഇഷ്ടമല്ല. ഞാൻ തലേ കൂടെ വയ്ക്കാം. ഓണക്കായിട്ട് പിന്നെ അല്ല പിന്നെ. ഹലോ, ആ പറടാ. അതെ അമ്മക്ക് സുഖില്ലടാ. ആ ഹോസ്പിറ്റലിൽ തീരെ സുഖില്ല. ഞാൻ മരുന്ന് വാങ്ങിക്കാണ്ട് വന്നതാ. എങ്ങനെയെങ്കിലും എനിക്കൊരു 200 രൂപ അയച്ചു തന്നടാ. എന്റെ പൊന്നു രക്ഷയില്ല. നിനക്കവിടെ എന്റെ കാര്യങ്ങള് ഇല്ലടാ. ഒന്നും നടക്കില്ല, ഒരു നടപടി ആവില്ല. ആകെ പ്രശ്നത്തിലാണ്. ഒന്നുമില്ല, വെറുതെ എങ്ങടാ കളി കഴിച്ചിട്ടില്ലല്ലേ? ഓണല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞാലേ ശരിയാവാ. കാശില്ല. അങ്ങനെ പറഞ്ഞല്ലോ. കാശൊക്കെ ഞാൻ നോക്കാന്ന്. പിന്നല്ലേ എന്തിട്ട് വാക്കാനല്ലേ വാട്. ചേട്ടൻ ഇവിടെ വെച്ചോട്ടാ. ഞാൻ പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വരാം. തന്നാ മതിട്ടാ. എല്ലാ സൗഹൃദങ്ങളും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. പക്ഷേ പലരുടെ ജീവിതത്തിലും ഇതുപോലുള്ള നിമിഷങ്ങൾ കടന്നുപോയി.